യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്ങനെ നാളെ മഹാഭാഗ്യം എന്റെ സുനീഷ് മോനെ തേടിയെത്തുന്നു. കോയമ്പത്തൂരിനെ അവര് വരുന്നത് 20 കോടി റെഡി ക്യാഷും കൊണ്ടാ. ഞങ്ങൾ അവിടെ ചെല്ലുന്നു, ക്യാഷ് വാങ്ങുന്നു, ടിക്കറ്റ് കൊടുക്കുന്നു, നേരെ ഇങ്ങോട്ട് പോരുന്നു. നിങ്ങളൊക്കെ ഇതിന് കൂട്ടി നിൽക്കുന്നുണ്ടാ ഞാൻ മിണ്ടാത്തത്. എനിക്കെന്തോ ഇപ്പോഴും ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. അത്യാഗ്രഹം കൊണ്ട് അപകടം വരുത്തി വെക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. എന്റെ മോളെ സുഗുണം പറഞ്ഞത് കേട്ടില്ലേ? ഈ ഭൂമിയിൽ ബമ്പർ ടിക്കറ്റ് മറച്ചു വെക്കുന്ന ആദ്യത്തെ ആള് നമ്മളൊന്നല്ല. 4 കാശ് കൂടുതൽ കിട്ടണമെങ്കിലേ ഇതുപോലുള്ള പല ട്രിക്കുകളും കാണിച്ചേ പറ്റത്തുള്ളൂ. അമ്മേ, ഇത് നാളെ ആരെങ്കിലും അറിഞ്ഞ ഉള്ളതുകൂടെ പോവില്ലേ? നിയമവിരുദ്ധമായ കാര്യം ചെയ്തതിന് നമ്മളെല്ലാം പ്രതികളാവില്ലേ? അതിനിത് ആരറിയാൻ പോകുന്നു മോളെ? ഏതായാലും നമ്മളാരും ആരോടും പറയാൻ പോകുന്നില്ല. കാശ് കൈ കിട്ടി അത് വകമാറ്റി ചെലവഴിച്ച പിന്നെ ആര് പിടിക്കാനാ? ആ ഹരിയും ജലനി സ്ഥലത്തുണ്ടായിരുന്നെങ്കിലേ അവരോടൊരു അഭിപ്രായം ചോദിക്കായിരുന്നു. ആ പെണ്ണിനാണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ കാഞ്ഞ ബുദ്ധിയാ. അപ്പൊ എനിക്ക് ബുദ്ധിയില്ലെന്നല്ലേ? എനിക്കിത് കിട്ടണം, എനിക്കിത് തന്നെ കിട്ടണം. സുനീഷിനോടുള്ള ഒറ്റ ആത്മാർത്ഥം ഉണ്ടാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ടും ശത്രുവായി നിൽക്കുന്ന മാണിക്യമംഗലത്തുള്ളവർക്കുള്ള സ്ഥാനം പോലും കപലടിച്ചയുടെ മനസ്സിൽ എനിക്കില്ല. സന്തോഷായി സന്തോഷമായി ചേച്ചി. സുഗുണ പെണങ്ങല്ലേ? ഞാൻ എന്റെ ആദ്യം കൊണ്ട് പറഞ്ഞതല്ലടാ. ആദ്യം കൊണ്ടാണെങ്കിലേ എന്റെ കാര്യം ഓർത്തല്ല ചേച്ചി ആദ്യം പിടിക്കേണ്ടത്. ആ മാണിക്യമംഗലത്താരെ ഓർത്താ. എന്തുമാത്രം ദ്രോഹമാ സുനീഷിനോട് അവർ ചെയ്യുന്ന ചേച്ചിക്കറിയാമോ?